മിശിഹായുടെ സ്നേഹം പ്രഭാതത്തിൽ എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു മുത്തശ്ശി കഥയാണ്. പണ്ടൊരിടത്ത് ഒരു രാജാവും ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. നായാട്ടിൽ പ്രിയമുള്ള രാജാവ് മന്ത്രിയെയും കൂട്ടിയായിരുന്നു നായാട്ടിന് വനത്തിൽ പോയിരുന്നത്. ഒരിക്കൽ വനത്തിൽ നായാട്ട് നടത്തുന്ന സമയം വേട്ടമൃഗത്തെ കണ്ട് തന്റെ അസ്ത്രം തൊടുത്തു. എന്നാൽ അസ്ത്രം തൊടുത്ത നിമിഷത്തിൽ തന്റെ ഒരു വിരൽ വിച്ഛേദിക്കുകയുണ്ടായി. മുറിവ് പറ്റിയ രാജാവിനെ കണ്ടപ്പോൾ മന്ത്രി ഓടി വന്നു ശുശ്രൂഷിച്ചു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, എല്ലാം നല്ലതിനാണ്. ഇത് കേട്ട രാജാവ് കുപിതനായി. എന്താണ് മന്ത്രി ഇപ്രകാരം പറയുന്നത്? എന്റെ വിരലാണ് നഷ്ടപ്പെട്ടത്. അതിനെ എത്ര ലാഘവത്തോടെയാണ് മന്ത്രി താങ്കൾ കാണുന്നത്? കോപിതനായ രാജാവ് മന്ത്രിയെ കാലും കൊണ്ട് ഒരു ചവിട്ട് കൊടുത്തു. മന്ത്രി ഒരു പൊട്ടക്കിണറ്റിൽ വീണു. ആ പൊട്ടക്കിണറ്റിൽ കിടന്നുകൊണ്ട് മന്ത്രി ചിരിച്ചുകൊണ്ട് വീണ്ടും തുടർന്നു, ഇതും നല്ലതിനാണ്. രാജാവ് മുന്നോട്ട് നടന്നു നീങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തുള്ള കാട്ടുമനുഷ്യർ രാജാവിനെ ചുറ്റിവളഞ്ഞു. അവർ രാജാവിനെ ബന്ധനത്തിലാക്കി. പോകുന്ന വഴി പല രീതിയിലും രാജാവ് അവരോട് പറഞ്ഞു നോക്കി, ഞാൻ ഈ രാജ്യത്തിലെ രാജാവാണ്, അതുകൊണ്ട് എന്നെ ബന്ധിക്കുക എന്നുള്ളത് ന്യായമായ കാര്യമല്ല. പക്ഷേ ഈ കാട്ടുമനുഷ്യരുണ്ടോ ഈ രാജാവിന്റെ വാക്കുകൾ കേൾക്കുന്നു. അവർ രാജാവിനെ ബന്ധനത്തിലാക്കി അവരുടെ മൂപ്പന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവരിൽ ചിലർ പറഞ്ഞു, നമ്മൾക്ക് ഈ മനുഷ്യനെ നമ്മുടെ ഗോത്ര ദൈവത്തിന് ബലി കൊടുക്കാം. കാരണം എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു മനുഷ്യനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ രാജാവിന്റെ ഉള്ളിൽ ഭയം കൊണ്ട് നിറഞ്ഞു. അപ്പോഴാണ് ഗോത്രമൂപ്പൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. രാജാവിന്റെ കയ്യിലെ വിരലുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അംഗവിച്ഛേദം നടത്തിയ ഈ വ്യക്തിയെ നമ്മൾക്ക് ബലിയർപ്പിക്കുവാൻ സാധിക്കുകയില്ല. രാജാവിനെ അവർ മോചിപ്പിച്ചു. രാജാവിന് വളരെ സന്തോഷമായി. അവിടെ നിന്നിറങ്ങുമ്പോൾ രാജാവ് വിചാരിച്ചു, മന്ത്രി പറഞ്ഞത് ശരിയാണ്. തന്റെ കൈവിരലുകൾ നഷ്ടപ്പെട്ടത് നല്ലതിനാണെന്നുള്ള മന്ത്രിയുടെ പ്രസ്താവന ഇപ്പോൾ ശരിവെക്കുകയാണ് രാജാവ് തിരികെ ആ പൊട്ടക്കിണറ്റിലെത്തി മന്ത്രിയെ കൈപിടിച്ച് കയറ്റി. മന്ത്രിക്ക് നന്ദി പറഞ്ഞു. എന്നിട്ടും രാജാവിനൊരു സംശയം. രാജാവ് ചോദിച്ചു, ഞാൻ താങ്കളെ ഈ കുഴിയിലേക്ക് ചവിട്ടി ഇട്ടപ്പോൾ താങ്കൾ പറഞ്ഞു എല്ലാം നല്ലതിനാണെന്ന്. അതെന്താണ് അതിന്റെ അർത്ഥം? ബുദ്ധിമാനായ മന്ത്രി പ്രകാരം മറുപടി പറഞ്ഞു, ശരിയാണ് പ്രഭു, താങ്കളുടെ വിരലുകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് അവർ താങ്കളെ ബലി കഴിച്ചില്ല. അതുകൊണ്ട് താങ്കളുടെ ജീവൻ താങ്കൾക്ക് രക്ഷിക്കുവാൻ സാധിച്ചു. താങ്കൾ എന്നെ ചവിട്ടി ഈ കിണറ്റിൽ ഇട്ടില്ലായിരുന്നെങ്കിൽ രാജാവിന് പകരം പൂർണ്ണ ആരോഗ്യമുള്ള അംഗങ്ങൾ ഒന്നും നഷ്ടപ്പെടാത്ത എന്നെ അവർ ബലി കഴിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. പ്രിയമുള്ളവരെ, പലപ്പോഴും ജീവിതത്തിൽ ഒത്തിരി വേദനകളും പ്രതിസന്ധികളും വരുമ്പോൾ അതിനെയൊക്കെ നന്മയ്ക്കായി തീർക്കുവാൻ നമ്മുടെ തമ്പുരാന് സാധിക്കും എന്നുള്ള ദൃഢമായ ഉറപ്പ്. ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രതിസന്ധി വേളകളിൽ നമ്മുടെ സഹോദരങ്ങളോ മാതാപിതാക്കളോ വൈദികരോ സുഹൃത്തുക്കളോ ഒക്കെ പറയാറില്ലേ, പോട്ടെ സാരമില്ല, ഇതൊക്കെ നാളെ നന്മയ്ക്കായിട്ട് തീരുമെന്ന്. അത് നല്ലൊരു പ്രതീക്ഷയാണ്, നല്ലൊരു ദൃഢമായ വിശ്വാസത്തിന്റെ തലമാണ്. ഒരാൾ എന്നെ നയിക്കുന്നു എന്നുള്ള ബോധ്യവും കൂടിയാണ്. വചനം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് പറയുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ദൈവമേ, നീ കൂടെ നടന്നിട്ടും നിന്നെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ഉടയവനെ, നീ ഞങ്ങളുടെ കൂടെ നടക്കുന്നതും നിന്റെ കരത്തിൽ ഞങ്ങളെ വഹിക്കുന്നതും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതും കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ.